നയപ്രഖ്യാപനം നടക്കേണ്ട നിയമസഭാ സമ്മേളനം അടുക്കുമ്പോഴും ഗവർണർ സർക്കാർ പോരിന് അയവില്ല. മുഖ്യമന്ത്രിയുടെ പുതുവത്സര വിരുന്നിലേക്ക് ഗവർണറെ സർക്കാർ ക്ഷണിച്ചത് ഒരു കത്തിലൂടെ മാത്രം. കത്ത് കിട്ടിയെങ്കിലും താൻ പോകാതിരുന്നതാണെന്ന് ഗവർണറും പ്രതികരിച്ചു. രാജ്ഭവനിൽ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം നോക്കാതെയും മിണ്ടാതെയും പ്രകടിപ്പിച്ച ഈ പോര് കനക്കുകയാണ്. ഗവർണറും സർക്കാരും സഹകരിക്കേണ്ട നിയമസഭാ സമ്മേളനം അടുക്കുമ്പോഴും ഭിന്നത രൂക്ഷമാണ്. മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് പുതുവത്സര വിരുന്നാണ് വിഷയം. I don't want to comment on all these things. Invitation is there in Rajbhavan. Go and see it. അതായത് സാങ്കേതികമായി സർക്കാർ ഗവർണറെ ക്ഷണിച്ചു, പക്ഷേ ഗവർണർ പോയില്ല. വിരുന്നിന് പോകാൻ മാത്രം ഇപ്പോൾ ബന്ധം ഊഷ്മളമല്ല. അത് മാത്രമല്ല കാരണമെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സാധാരണ മുഖ്യമന്ത്രി ഗവർണറെ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ നേരിട്ടെത്തും. കടുത്ത ഭിന്നത നിലനിൽക്കുന്ന ഇത്തവണ ഗവർണർക്ക് വിരുന്നിനെത്താനുള്ള ക്ഷണക്കത്ത് മാത്രം രാജ്ഭവനിൽ സർക്കാർ എത്തിക്കുകയായിരുന്നു. പ്രതിനിധിയെ അയച്ചില്ല. അതും ഗവർണറുടെ ബഹിഷ്കരണത്തിന് കാരണമായി. അതേസമയം സർക്കാരിനെ മാത്രമല്ല CPM-നെയും ഗവർണർ ഇന്ന് കടന്നാക്രമിച്ചു. BJP സീറ്റിൽ മത്സരിക്കാൻ ഗവർണറോട് പറഞ്ഞ വൃന്ദ കാരാട്ട് ഏത് സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം. ഗവർണറുമായി പോരിലാണെങ്കിലും ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകില്ല. ബജറ്റ് സമ്മേളനത്തിനുള്ള തീയതി അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. നയപ്രഖ്യാപനം തയ്യാറാക്കും. അംഗീകാരത്തിനായി ഗവർണർക്ക് അയക്കും. 2022 പോലെ നയപ്രഖ്യാപനത്തിൽ ഒപ്പുവയ്ക്കാതെ ഗവർണർ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഇത്തവണ എന്തെങ്കിലും ഉടക്കുവയ്ക്കുമോ എന്ന് രാജ്ഭവൻ ഉന്നത വൃത്തങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതായത് എന്തും സംഭവിക്കാം. There is no rift. I am doing my legal duty. നയപ്രഖ്യാപനത്തിന്റെ കാര്യത്തിലും നിയമപരമായ ചുമതല നിർവഹിക്കാൻ ഗവർണർ തയ്യാറായാൽ മാത്രം സർക്കാരിനെ ആശ്വസിക്കാം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.